ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർ അന്വേഷിക്കും. നിലവിലെ അന്വേഷണത്തിന് പുറമെയാണ് പുതിയ അന്വേഷണം. സെയ്ഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, നിലവിൽ ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് പുറമെ ഒരു പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചത്? കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ട വിഷയമായിട്ടാണ് ഇന്നത്തെ യോഗത്തിൽ ആ ചർച്ച ഉയർന്നു വന്നത്. അതിന് സമഗ്രമായ അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർദ്ദേശം നൽകിയത്. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാനത്തെ പോലീസ് ഈ വിഷയം അന്വേഷിച്ചു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രത്യേകതരമായ ഒരു അന്വേഷണം വേണം എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് നിർദ്ദേശിച്ചത്. മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, അതുപോലെ തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. കണ്ണൂരിന്റെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഓൺലൈനിൽ യോഗം വിളിച്ചത്. ആ യോഗത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി അടക്കമുള്ള ആൾക്കാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കണ്ണൂരിലെ സംഭവം അതീവ ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ടതാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ തന്നെ വിശദീകരിച്ചു. അടുത്ത 3 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കണമെന്ന് തീരുമാനം യോഗത്തിലെടുത്തിട്ടുണ്ട്. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV 4 പ്രധാന ജയിലുകളിലും സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നതിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടി 5 വർഷം ഒരു ജയിലിൽ ജോലി ചെയ്ത ആൾക്കാരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ ഇതിനുവേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, സേഫാണ് വിവരങ്ങൾ നൽകിയത്.